ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുരളി ഗോപിയുടെ തിരക്കഥയിൽ മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് നാളെ മാർച്ച് 27 വ്യാഴാഴ്ച ഈദ് റിലീസായി തിയേറ്ററിടുന്ന ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് എമ്പുരാൻ. മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ വൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് 100 കോടി ക്ലബിൽ എത്തപ്പെട്ട ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ L2 എമ്പുരാന് ഒട്ടനവധി റെക്കോർഡുകളാണ് നേടിയെടുക്കാനായിട്ടുള്ളത്. സിനിമ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ബുക്ക് മൈ ഷോ വഴി പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ മാത്രം 1 മില്യൺ, അതായത് 10 ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റ് വിറ്റഴിച്ച ആദ്യ മലയാള സിനിമയായി എമ്പുരാൻ മാറിയിരിക്കുകയാണ്. അതോടൊപ്പം ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റഴിക്കപ്പെട്ട മലയാള സിനിമകളുടെ പട്ടികയിലും ഒന്നാം സ്ഥാനം ഈ മോഹൻലാൽ ചിത്രത്തിന് തന്നെയാണ്. ചിത്രം ബുക്കിംഗ് ആരംഭിച്ച ആദ്യ മണിക്കൂറിൽ തന്നെ ഇന്ത്യയിലെമ്പാടുമായി 93,500 ടിക്കറ്റാണ് വിറ്റഴിക്കപ്പെട്ടത്. ഇത് ഇന്ത്യൻ സിനിമയിലെ തന്നെ സർവ്വകാല ചരിത്ര റെക്കോർഡായിരുന്നു. കൂടാതെ 24 മണിക്കൂറിനുള്ളിൽ ബുക്ക് മൈ ഷോ വഴി 6,45,000 ടിക്കറ്റ് വിറ്റഴിക്കപ്പെട്ട് ബോളിവുഡ് സിനിമകൾ ഉൾപ്പെടെ ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിലെ എല്ലാ സിനിമകളുടെയും റെക്കോർഡ് തകർത്തെറിഞ്ഞതും എമ്പുരാൻ തന്നെയാണ്. ഇനി ഈ ചിത്രത്തിന്റെ ഫാൻ ഷോയുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നപ്പോൾ കേരളത്തിൽ 376 ഫാൻ ഷോയും 231 സ്പെഷ്യൽ ഷോയും ഉൾപ്പെടെ 607 എക്സ്ട്രാ ഷോകളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 7 ഫാൻ ഷോയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. GCC ഓവർസീസ് രാജ്യങ്ങളിൽ 65 എണ്ണവും. അങ്ങനെ ലോകമെമ്പാടുമായി 689 ഫാൻ ഷോകളാണ് ആദ്യ ദിവസമായ നാളെ വ്യാഴാഴ്ച പ്രദർശനം നടത്തുന്നത്. ഇനി ഈ ചിത്രത്തിന്റെ കേരളത്തിലെ പ്രീസെയിൽ കളക്ഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകളിലേക്ക് വന്നാൽ, മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് കളക്ഷൻ നേടിയെടുത്തിരുന്ന തളപതി വിജയന്റെ ലിയോ നേടിയെടുത്ത 12 കോടി എന്ന കളക്ഷൻ റെക്കോർഡ് 12 കോടി 10 ലക്ഷം എന്ന പ്രീസെയിൽ കളക്ഷനിലൂടെ എമ്പുരാൻ മറികടന്നിരിക്കുകയാണ്. അതായത് നാളെ വ്യാഴാഴ്ചയിലെ കളക്ഷൻ മാത്രമാണ് ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ടിന്റെ എമ്പുരാൻ തീർച്ചയായിട്ടും 14-15 കോടി റേഞ്ചിൽ കേരള ഓപ്പണിംഗ് കളക്ഷൻ നേടിയെടുക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ പോസ്റ്റർ പ്രകാരം 50 കോടി ഈ സിനിമ പിന്നിട്ട് കഴിഞ്ഞു. ആധികാരികമായിട്ട് സംവിധായകനായ പൃഥ്വിരാജ് സുകുമാരൻ തന്നെ ഇതിന്റെ പോസ്റ്റർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്ന് അർദ്ധരാത്രിയോടെ മാത്രമേ ചിത്രത്തിന്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരികയുള്ളൂ. ഇനി വ്യാഴം, വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ചിത്രത്തിന്റെ വീക്കെൻഡ് പ്രീസെയിൽ കളക്ഷനിലേക്ക് വന്നാൽ കേരളത്തിൽ 24 കോടി രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ലോകമെമ്പാടുമായി 81 കോടി രൂപയാണ് വീക്കെൻഡ് പ്രീസെയിൽ കളക്ഷനായി എമ്പുരാൻ കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം എമ്പുരാൻ സിനിമയ്ക്ക് എല്ലാവിധ വിജയാശംസകളും അർപ്പിച്ചുകൊണ്ട് മലയാളത്തിന്റെ മഹാനടനായ മമ്മൂട്ടി ആശംസകൾ നൽകിയിരിക്കുകയാണ്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയാണ് കുറിച്ചിരിക്കുന്നത്: ചരിത്ര വിജയത്തിന് എമ്പുരാന്റെ മുഴുവൻ അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും ആശംസകൾ. മമ്മൂട്ടി. എമ്പുരാൻ സിനിമയ്ക്ക് ലൈഫ് കോർണർ എന്ന എന്റെ ഈ ചാനലിന്റെ എല്ലാ വിജയാശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ സിനിമയ്ക്ക് ഇവൻ ക്ലാഷ് റിലീസായി തിയേറ്ററിലെത്തുന്ന വീരധീര ശൂരൻ എന്ന ചെയ്യാം വിക്രത്തിന്റെ സിനിമയിലേക്ക് വന്നാൽ ചിത്രം ഏറ്റവും താഴ്ന്ന പ്രീസെയിൽ കളക്ഷനാണ് നിലവിൽ നേടിയെടുത്തിട്ടുള്ളത്. എന്നാൽ എമ്പുരാനേക്കാൾ കൂടുതൽ പ്രീസെയിൽ കളക്ഷൻ തമിഴ്നാട്ടിൽ ഈ സിനിമ നേടിയെടുത്തിട്ടുമുണ്ട്. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം 2 കോടി 10 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ തമിഴ്നാട് പ്രീസെയിൽ കളക്ഷൻ. ഇന്ന് പ്രധാനപ്പെട്ട 3 മലയാള സിനിമകളുടെ ട്രെയിലർ പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ട്രെയിലർ മമ്മൂട്ടിയുടെ ബസൂക്കയുടേതാണ്. ടിനോ ടെന്നീസ് തിരക്കഥയിൽ സംവിധാനം ചെയ്യുന്ന ഈ ക്രൈം ത്രില്ലർ സിനിമയുടെ ട്രെയിലറിന് 2 മിനിറ്റ് 32 സെക്കൻഡാണ് ദൈർഘ്യം. തൃശൂർ രാഗം തിയേറ്ററിൽ വർണ്ണാഭമായ ചടങ്ങിൽ സംഘടിപ്പിക്കപ്പെട്ട ലോഞ്ചിങ്ങിലൂടെ പുറത്തിറക്കിയ ട്രെയിലർ സരിഗമ മലയാളം യൂട്യൂബ് ചാനൽ വഴിയും സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. ട്രെയിലർ മോഹൻലാലിന്റെ എമ്പുരാൻ സിനിമയോടൊപ്പം പ്രദർശനം നടത്തും എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. മോഹൻലാൽ ശോഭന ജോഡികൾ വീണ്ടും ഒരുമിക്കുന്ന തുടരും എന്ന സിനിമയുടെ ട്രെയിലർ ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. 1 മിനിറ്റ് 58 സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ ട്രെയിലർ രാവിലെ 10 മണിക്കാണ് റിലീസ് ചെയ്തത്. തരൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ ട്രെയിലറും എമ്പുരാൻ സിനിമയോടൊപ്പം പ്രദർശനം നടത്തും എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ആലപ്പുഴ ജിംഖാനയുടെ ട്രെയിലർ ഇന്ന് പുറത്തിറങ്ങി. നസ്ലേൻ, ലുക്മാൻ ഗണപതി, സന്ദീപ് പ്രദീപ്, അനഘ രവി എന്നിങ്ങനെയാണ് താരങ്ങൾ. 2 മിനിറ്റ് 39 സെക്കൻഡാണ് ഈ ട്രെയിലറിന്റെ ദൈർഘ്യം. ഈ 3 ട്രെയിലറും മികച്ച അഭിപ്രായമാണ് നിലവിൽ നേടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നാളെ വ്യാഴാഴ്ച മുതൽ എമ്പുരാന്റെ നാളുകളാണ്. എമ്പുരാൻ, വീരധീര ശൂരൻ എന്ന വിക്രം ചിത്രം, അതോടൊപ്പം തന്നെ ഇന്ന് പുറത്തിറങ്ങിയ സിനിമകളുടെ ട്രെയിലറുകൾ എന്നിവയെക്കുറിച്ചുമൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.